സംഘപരിവാർ ആചാര്യൻ വി.ഡി. സവർക്കറെ സ്വാതന്ത്ര്യസമര സേനാനിയാക്കി ആഘോഷിക്കാനുള്ള ഹിന്ദുത്വ പദ്ധതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സവർക്കറെ ആരാധ്യ പുരുഷനാക്കി വാഴിച്ച് പൊതുസമ്മതി നേടിയെടുക്കാനുള്ള, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്തവരെന്ന പഴി തീർക്കാനുള്ള ആ സംഘ് പ്രൊപ്പഗണ്ടയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത്തരം കാവ്യവൽക്കരണ നീക്കങ്ങൾക്ക് കൂടുതൽ വേഗം കൈവരിക്കുകയാണ് ഉണ്ടായത്. സവർക്കറിന്റെ പേരിൽ ഒരു ബോളിവുഡ് ചിത്രം വരെ പുറത്തിറങ്ങിയിരുന്നു ഇതിനിടയിൽ. ആൻഡമാൻ നിക്കോബാർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായി ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തെന്ന ആക്ഷേപം ഉയർത്താറുണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളും മതേതര ചരിത്രകാരന്മാരും. സവർക്കറിനെ വെള്ളപൂശാനുള്ള നീക്കങ്ങൾക്കെതിരെ നിലപാട് പറഞ്ഞതിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തെ കോടതികൾ മുഴുവൻ കയറിയിറങ്ങുന്നത്. കാര്യങ്ങൾ അങ്ങനെ നിൽക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും സവർക്കറിന്റെ ഒരു ഒളിച്ചോട്ട കഥ കുത്തിപ്പൊക്കുന്നത്. ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ഫ്രാൻസിൽ അഭയം തേടുകയും പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കുകയും ചെയ്ത കഥയാണത്. കഴിഞ്ഞ ദിവസം മോദി ഫ്രാൻസിൽ നടത്തിയ സന്ദർശനവും അതേ തുടർന്നുണ്ടായ സോഷ്യൽ മീഡിയ പോസ്റ്റുമാണ് പഴയ ചരിത്ര സംഭവങ്ങൾ വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയത്. ഫ്രാൻസിലെ വലിയ രണ്ടാമത്തെ നഗരമായ മാർസേയിലെത്തി സവർക്കറിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആ ചരിത്രം ഓർമ്മിപ്പിക്കുകയായിരുന്നു മോദി. സവർക്കർ അന്ന് നടത്തിയത് വീരകൃത്യമാണെന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി. ഇനി ചരിത്രത്തിലേക്ക് വരാം. 1910 ജൂലൈയിലാണ് സംഭവം. ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് കപ്പൽ SS മോറിയ യാത്രാമധ്യേ ഫ്രഞ്ച് തുറമുഖമായ മാർസിയയിൽ നങ്കൂരമിടുന്നു. ആ കപ്പലിനകത്ത് ഒരു പ്രമുഖനുമുണ്ടായിരുന്നു, ഹിന്ദുത്വ പ്രചാരകനായ വി.ഡി. സവർക്കർ. 1910 മാർച്ച് 13 ലണ്ടനിലെ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് സ്കോട്ട്ലൻഡ് യാർഡ് സംഘം പിടികൂടിയതാണ് അദ്ദേഹത്തെ. നാസിക് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ AMD ജാക്സണിനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അറസ്റ്റ്. കപ്പലിന് ഫ്രഞ്ച് തുറമുഖത്ത് ഒരാഴ്ച നീണ്ട വിശ്രമമായിരുന്നു. ഇതൊരു അവസരമായി കണ്ട സവർക്കർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ഫ്രാൻസിൽ അഭയം തേടുന്നതിനെ കുറിച്ച് തല പുകഞ്ഞാലോചിച്ചു. പുറത്തു ചാടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെ ജൂലൈ 8 കപ്പലിനകത്തെ ചെറിയൊരു ദ്വാരത്തിലൂടെ നൂണ്ടിറങ്ങി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അല്പം കടലിൽ നീന്തി കരപറ്റി. സവർക്കർ രക്ഷപ്പെട്ട വിവരം അപ്പോഴേക്കും കപ്പലിനകത്ത് പരന്നിരുന്നു. സൈന്യം തിരച്ചിൽ ആരംഭിച്ചപ്പോഴേക്കും സവർക്കറെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടാമെന്നായിരുന്നു പ്ലാനെങ്കിലും ആ നീക്കം പരാജയപ്പെട്ടു. ഫ്രഞ്ച് പോലീസ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് സംഘത്തിന് തന്നെ കൈമാറി. ഇതേ കപ്പലിൽ തന്നെ സവർക്കറെ ബോംബെയിൽ എത്തിച്ചു. ജാക്സൺ കൊലക്കേസിൽ ബോംബെ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തു. ഇതേ കേസിലാണ് ഒരു വർഷത്തിനു ശേഷം 1911 ജൂലൈ 4 ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റുന്നത്. ഒരു പതിറ്റാണ്ടോളം ആൻഡമാൻ ജയിലിൽ കിടന്ന സവർക്കർ ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ മാപ്പപേക്ഷ നൽകിയാണ് ഒടുവിൽ പുറത്തിറങ്ങുന്നത്. 1911 20 ഇടയിൽ ചുരുങ്ങിയത് 7 തവണയെങ്കിലും മാപ്പപേക്ഷ നൽകിയെന്നാണ് ബ്രിട്ടീഷ് ചാനലായ BBC റിപ്പോർട്ട് ചെയ്തിരുന്നത്. പുറത്തിറങ്ങിയ സവർക്കർ പിന്നീട് രാജ്യമെങ്ങും ഹിന്ദുത്വ പ്രചാരണവുമായി സജീവമാവുകയായിരുന്നു. 1948 ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ കൊലപ്പെടുത്തിയ കേസിലും അറസ്റ്റിലായിരുന്നു സംഘാചാര്യൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള നഗരമാണ് മാർസിയ എന്നും അവിടെയാണ് സവർക്കർ ധീരമായ ഒളിച്ചോട്ടത്തിന് ശ്രമിച്ചതെന്നുമാണ് മോദി എക്സിൽ കുറിച്ചത്. അന്ന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് കൈമാറരുതെന്ന് ആവശ്യമുയർത്തിയ മാർസിയയിലെ ജനങ്ങളോടും ഫ്രഞ്ച് സാമൂഹിക പ്രവർത്തകരോടും നന്ദി പറയുന്നു. സവർക്കറുടെ ധീരത എക്കാലവും തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും മോദി പറഞ്ഞിരുന്നു. എന്നാൽ മാർസിയയിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ പിന്തുണച്ച സവർക്കറിന്റെ പേരായിരുന്നില്ല മോദി പറയേണ്ടിയിരുന്നതെന്നാണ് മുൻ ലോക്സഭാ അംഗവും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ ഉദിത് രാജ് പ്രതികരിച്ചത്. ഭഗത് സിംഗിന്റെയും ലാലാ ലജ്പത് റായിയുടെയും ഗാന്ധിജിയുടെയും പേരാണ് പറയേണ്ടിയിരുന്നത്. മാർസിയയിൽ നിന്ന് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം സവർക്കർ വീണ്ടും പിടിയിലായിരുന്നു. അത് അനുസ്മരിക്കുന്നതിലൂടെ ഇന്ത്യക്കാരെല്ലാം ഭീരുക്കളാണെന്നാണോ മോദി പറയാൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് ചോദിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്തയാളാണ് സവർക്കർ എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉദിത് രാജ്.